നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ രമയ്ക്ക് എന്നും ശക്തമായി നിന്ന, ഒരു ശക്തിയായി നിന്ന, ഊർജമായി നിന്ന രണ്ടുപേരായിരുന്നു കെ രമയുടെ ഭർത്താവും അതുപോലെ തന്നെ പിതാവും. ഇപ്പോഴിതാ രണ്ടുപേരെ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നടുവണ്ണൂരിലെ മുൻ CPM നേതാവും കെ രമ MLA പിതാവുമായ കണ്ണച്ചിക്കണ്ടി കെ മാധവൻ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം. ഇന്ന് പുലർച്ചെ 4 മണിക്ക് വീട്ടിലായിരുന്നു അന്ത്യം. നടുവണ്ണൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി ഏരിയ ലേഖകനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഭാര്യ ദാക്ഷായണി. ഒരു കാലത്ത് നടുവത്തൂരിലെ CPMൽ മാധവേട്ടനായിരുന്നു എല്ലാം. രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം മാധവൻ പാർട്ടി വിടുകയായിരുന്നു. മകൾ രമയ്ക്കൊപ്പം TPയെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ കൂടെ നിൽക്കുകയായിരുന്നു. രമയെ കൂടാതെ പ്രേമ, തങ്കം, സുരേഷ് എന്നിവരൊക്കെ തന്നെ മക്കളാണ്. മരുമക്കൾ ജ്യോതിബാബു, സുധാകരൻ എന്നിവരാണ്. TP ചന്ദ്രശേഖരനെയും ഏറെ പ്രിയപ്പെട്ട അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുകയും ഒക്കെ ആയിരുന്നു. ഗുരുസ്ഥാനത്തും അച്ഛന്റെ സ്ഥാനത്തും ഒക്കെയായിരുന്നു അദ്ദേഹം. കെ രമയ്ക്ക് ഏറ്റവും കൂടുതലും വിഷമകരമായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ദിവസം തന്നെയാണ് ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടി തന്നെയാണ് ശവസംസ്കാരം വീട്ടുവളപ്പിൽ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയായിരുന്നു മരണം സംഭവിച്ചത്. ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ TPയുടെ വധത്തിന് ശേഷം, TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം പാർട്ടി വിടുകയും രമയോടൊപ്പം അദ്ദേഹം ആ ഒരു സുപ്രീം കോടതി അതുവരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്, TPയുടെ ഈ നരാധമന്മാരെ കണ്ടെത്താൻ ഞങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്ന് അദ്ദേഹം മടങ്ങുകയാണ്, അദ്ദേഹം വിടവാങ്ങുകയാണ്. കെ രമയും എല്ലാവരെയും വിട്ട നെടുമണ്ണൂരിലെ മുൻ CPM നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും CPM പ്രവർത്തകരാരും തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദേശാഭിമാനിയുടെ മുൻ ലേഖകനൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.